രൂപ പെട്ടെന്ന് നമ്മൾ എവിടെ നിന്നുണ്ടാക്കും മോനെ? ട്രെയിനിങ് തീരുന്നത് വരെയുള്ള ചെലവിനെല്ലാം കൂടി 3000 രൂപയൊന്നും വേണ്ടേ? അമ്മ പറഞ്ഞിട്ടില്ല ഞാനിത് എഴുതാൻ പോയത്. മറ്റന്നാൾ എത്തേണ്ടതാ. നിന്നെ ഒരു IPS ഓഫീസറായി കാണാൻ ഞാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ്. ഇവിടത്തെ കാര്യമൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. നീ ഒരു കാര്യം ചെയ്യും, പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെക്കും. വൈകുന്നേരമല്ലോ ട്രെയിൻ. ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. തുളസി, രാജുവേട്ടനോ? മൂപ്പരെവിടെ? എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. അച്ഛൻ രാവിലെ മുതൽ ഭ്രാന്ത് പിടിച്ച് ഓടിക്കൊണ്ട് നടക്കുക. എന്തിനാ? ഇന്നലെ ഒരു കൂട്ടരിന് പെണ്ണ് കാണാൻ വന്നിരുന്നു. അതിന് ഭ്രാന്ത് പിടിച്ചോടുന്നത് എന്തിനാ? 10000 രൂപ സ്ത്രീധനം കൊടുത്താൽ ഉടനെ കല്യാണം നടത്താമെന്ന് അവര് പറഞ്ഞു. അച്ഛന്റെ കയ്യിൽ 6000 രൂപയേ ഉള്ളൂ. ബാക്കി കാശുണ്ടാക്കാനാ ഓടുന്നത്. ചേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഒന്നുമില്ല, ഞാൻ മൂപ്പരെ പിന്നെ വന്ന് കണ്ടോളാം. രാജുവേട്ടാ, എന്താ? എനിക്കിപ്പോ കല്യാണം വേണ്ടെന്ന് അച്ഛനോടൊന്ന് പറയണം. രാജുവേട്ടൻ പറഞ്ഞ അച്ഛൻ കേൾക്കും. നിനക്ക് ഈ കല്യാണം ഇഷ്ടമല്ലേ? അല്ല. ഈ വിവരം നീ അച്ഛനോട് പറഞ്ഞല്ലേ? ഇല്ല, രാജുവേട്ടനോട് ചോദിച്ചിട്ട് പറയാന്ന് വെച്ചു. എന്നോട്? അതെ. രാജുവേട്ടൻ വിചാരിച്ചാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആള് തന്നെ എന്നെ കല്യാണം കഴിക്കും. ആരെയാണ് നീ ഇഷ്ടപ്പെടുന്നത്? ഞാൻ വരട്ടെ തുളസി. ഇതാണോ പ്രശ്നം? നാളെ തുളസിക്കുട്ടിയുടെ കല്യാണത്തിന് സ്ത്രീധനം കൊടുക്കാൻ 10000 രൂപ വേണം. അത്രയല്ലേ ഉള്ളൂ? ഞാൻ പലരെയും കണ്ടു, ഒരു രക്ഷയുമില്ല. നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എന്തുണ്ട്? 6000 രൂപയുണ്ട്. അതിലൊരു 4000 രൂപയായിട്ട് എന്റെ കൂടെ വരും. ഇരട്ടിപ്പിച്ച് 8000 രൂപ ആക്കി തരാം. അതെങ്ങനെയാടാ, ഇന്ന് തന്നെ കിട്ടുമോ? നമ്മുടെ ഇടിക്കളത്തിൽ വന്ന് നിങ്ങൾ ഒരു പന്തായം കെട്ടി. പെണ്ണിനെ കെട്ടിക്കാൻ പറ്റുന്ന ആശയത്ത് പന്തയം കെട്ടാൻ കാര്യം അറിയാതെ ചൂടാവരുത് മൂപ്പ. അവിടുത്തെ ഇടിക്കാരിൽ ഇപ്പൊ ഒന്നാമൻ രാജുവാണ്. രാജുവിന്റെ പേര് പണം കെട്ടിയാൽ 1000-ന് 2000, 2000-ന് 4000, 4000-ന് 8000, 8000-ന് 16000. നേരാണോടാ ഇത്? രാജുവിനെ നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എങ്കിൽ പണമായിട്ട് എന്റെ കൂടെ വന്നോളി, ഇരട്ടിപ്പിച്ചോളി, മോടെ കല്യാണം ഒന്ന് നടത്തിക്കോളി. നീ എന്തിനിവിടെ വന്നു? നിങ്ങൾ പറഞ്ഞ വ്യവസ്ഥകൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയാൻ വന്നത്. ഇത്ര പെട്ടെന്ന് മനസ്സ് മാറാനുള്ള കാരണം? അതൊന്നും നിങ്ങൾ അറിയണ്ട. എനിക്കിപ്പോ അത്യാവശ്യമായിട്ട് 3000 രൂപ വേണം. തരാം. പക്ഷെ ഇന്നത്തെ ഫ്ലൈറ്റിൽ നീ തോറ്റ് കാണിച്ചതിന് ശേഷമേ തരാൻ പറ്റൂ. മതി. ഇത് 6000 രൂപ. മൂപ്പം 12000 രൂപ അടിച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ഒരു വശത്തെ മീശ എടുത്ത്. എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ മോളുടെ ഭാഗ്യവും. ഒന്ന് വേഗം ടിക്കറ്റ് തന്നെ. അവിടെ തുടങ്ങിക്കാണും. വാ മൂപ്പ. അയ്യോ, എന്താടോ ഇത്? അതെ. ചതിക്കല്ലേ മോനെ. മോനെ രാജു, നിന്റെ പേരിൽ 6000 രൂപയാണ് ഞാൻ കെട്ടിയിരിക്കുന്നത്. നീ തോറ്റാൽ ഞാനും എന്റെ മകളും ആത്മഹത്യ ചെയ്യേണ്ടി വരും. Yeah!
മോനെ, നിന്നെ ദൈവം അനുഗ്രഹിക്കും. നീ ഒരു കുടുംബം രക്ഷിച്ചു മോനെ. എന്താ രാജു? ഹംസക്ക ഇല്ലേ? ഇല്ലല്ലോ. പെട്ടെന്ന് എവിടെ പോണെന്ന് പറഞ്ഞ് മുതലാളി ആളെ പറഞ്ഞയച്ചിരുന്നു. എന്താ കാര്യം? ഒന്നുമില്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു. കാലത്ത് എത്തുമെന്ന് പറഞ്ഞ്. എന്താ രാജു അല്ലാണ്ട്? കാര്യം എന്താന്ന് പറയൂ. അനിയന് സെലക്ഷൻ കിട്ടി. ഇന്ന് തന്നെ പോകണം. നാളെ രാവിലെ അവിടെ റിപ്പോർട്ട് ചെയ്യണം അത്രേ. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നേ. ഹംസക്കോട് കുറച്ച് പണം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമെന്ന്. ഓ, ഇത് ചോദിക്കാൻ ഇത്ര ബസം? മൂപ്പർക്ക് പെരുന്നാളിന് കിട്ടിയ കാശും പിന്നെ പാല് വിറ്റ് മോൻ അരഞ്ഞാനുണ്ടാക്കാൻ വെച്ച കാശുണ്ട്. ഞാൻ കൊണ്ടുവരാം. നസീമ, എന്താ? ഹംസക്കോട് ചോദിക്കാതെ എല്ലാ കാശും കൂടെ എനിക്ക് തന്നാൽ. എപ്പോഴാ വരാന്നറിയില്ലല്ലോ. മൂപ്പര് വന്ന എല്ലാം ശരിയാക്കിക്കൊള്ളും. ഇപ്പൊ അനിയന്റെ ആവശ്യം നടക്കട്ടെ. രാജു, 1500 രൂപയുണ്ട്. എത്രയും വേഗം ഞാനത് തിരിച്ചു തരാം. ഞാൻ ചോദിച്ചില്ലല്ലോ. ടിക്കറ്റ് പണമൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. കൊണ്ടിയേട്ടാ, ചെന്നെത്തിയാൽ ഉടനെ കത്തയക്കണം കേട്ടോ മോനെ. അയക്കാമേ. എന്ന് ഇറങ്ങട്ടെ. ഞാനവന് വണ്ടി കയറ്റി അയച്ചിട്ട് വരാം. അൻവറിന്റെ പിൻബലം കൊണ്ടാണ് ഡ്രൈവർ ഹംസ ഇന്ന് ആളായി നടക്കുന്നത്. അവനെ ഇന്ന് ഞാൻ കണ്ടപ്പോൾ എന്റെ മനസ്സിൽ തീപ്പൊരി വീഴുകയായിരുന്നു. ഹംസ ഇപ്പൊ മിക്കവാറും സമയങ്ങളിൽ ഹാർബറില്ല. അറിയാം. നിങ്ങൾ മനസ്സ് വെച്ചാൽ ലക്ഷ്മി മേനോനെ പോലെ മറ്റൊരു വിധവയെ കൂടി നമ്മുടെ ശത്രുക്കൾക്ക് സമ്മാനിക്കാം. സന്ദർഭത്തിന് വേണ്ടിയാണ് സാർ ഞങ്ങൾ കാത്തിരിക്കുന്നത്. ഒരു ടൈം ബോംബിന്റെ പൊട്ടിത്തെറിയിൽ ഹംസയും അവൻ ലോറിയും ചാമ്പലാകുന്ന സാറിന് കാണാം. ഡീസലടിക്കണം. അടുത്ത പങ്കിന്ന് അടിക്കാം. മറക്കാൻ പറയുന്നത്
വിഡ്ഢിത്തമാണെന്ന് എനിക്കറിയാം. വേറെന്ത് പറയാനാ? ഒരു പെങ്ങളും ഒരു മരുമോനും എനിക്കുണ്ടെന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ഇറങ്ങുന്നു നസീമ. ഇത്രയും നാളും വന്ന കല്യാണാലോചനകളെ നടക്കാതെ പോയത് അച്ഛന്റെ ഈ കാശില്ലാത്തതുകൊണ്ടാണ്. ഇപ്പൊ കാശുണ്ടാക്കി വന്നപ്പോ നീ ഒഴിഞ്ഞു മാറുന്നു. എന്താ ഇതിന്റെ അർത്ഥം? നിന്റെ മനസ്സിൽ വല്ലതും ഉണ്ടെങ്കിൽ തുറന്നു പറ. രാജുവേട്ടൻ അച്ഛനോടൊന്നും പറഞ്ഞില്ലേ? അവൻ എന്തു പറയാൻ? അവനെ ഞാൻ കണ്ടിട്ട് തന്നെ ദിവസങ്ങളായി. അല്ലെങ്കിൽ തന്നെ നിന്റെ കല്യാണം മംഗളമായി നടക്കണമെന്നല്ലേ അവൻ പ്രാർത്ഥിക്കുള്ളൂ. അതല്ല അച്ഛ. പിന്നെ ഇങ്ങോട്ട് നോക്ക്. നിന്നെ ആരുടെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ അച്ഛന് സമാധാനത്തോടെ മരിക്കാൻ ഒക്കില്ല മോളെ. ഇപ്പോഴാണെങ്കിൽ സ്ത്രീധനം കൊടുക്കാനുള്ള പണവുമുണ്ട്, ആവശ്യത്തിനുള്ള പൊന്നുമുണ്ട്. പൊന്നിനും പണത്തിനും വേണ്ടി വന്നവരാണ് അച്ഛ ഇന്നലെ വരെ മടങ്ങിപ്പോയത്. ഇപ്പോഴത്തെ കാലത്ത് അതേ നടക്കും മോളെ. ഇല്ല അച്ഛ, അല്ലാത്ത ആണുങ്ങളുണ്ട്. നീ എന്തെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറ. എല്ലാം രാജുവേട്ടൻ പറയും. രാജുവിനോട് എനിക്കിഷ്ടമാണ്. അവൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സ് എന്താണെന്ന് രാജുവേട്ടൻ അറിയാം. Yes, come in. എന്നെ വിളിപ്പിച്ചത് ഫൈറ്റ് ചെയ്യാനല്ല, ഇരിക്കണം. സിംഗിൾ വിസ്കി? നോ. ഹംസയുടെ മരണത്തോടെ ഒരു കൈ നഷ്ടപ്പെട്ടവനെ പോലെയാണ് ഞാൻ ജീവിക്കുന്നത്. ഹംസ രാജുവിനെ കുറിച്ച് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫൈറ്റിംഗ് റിംഗിൽ വെച്ച് കണ്ടതിൽ പിന്നെയാണ് നിങ്ങളെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചറിഞ്ഞത്, വിളിപ്പിച്ചത്. ഇന്ന് നിങ്ങളെക്കാൾ നിങ്ങൾ എനിക്കറിയാം. മനസ്സിലായില്ല. ഇന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ 10 ഇരട്ടി ആദായമുള്ള ഒരു ജോലി ഞാൻ തന്നാൽ സ്വീകരിക്കുമോ? എന്ത് ജോലി? എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ടല്ലേ നിങ്ങളന്ന് ഹാർബറിൽ പോയത്? അതെ. പിന്നെ എന്തിനാണ് ഞാൻ തരുന്ന ജോലിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത്? ചെയ്യേണ്ടത് ഞാനായതുകൊണ്ട്. വെരി ഗുഡ്. എനിക്ക് ചില സാധനങ്ങൾ ചില സ്ഥലങ്ങളിൽ നിന്നെത്തും. അത് അവിടെ നിന്നും ഏറ്റുവാങ്ങി ആരും അറിയാതെ എന്റെ കയ്യിലെത്തിക്കണം. ഇനി കൂടുതൽ വ്യക്തമാക്കണ്ടല്ലോ. വേണ്ട, മനസ്സിലായി. പക്ഷേ സത്യത്തിനും നീതിക്കും നിരക്കാത്ത ഒരു ജോലിക്കും ഞാൻ തയ്യാറല്ല. സത്യവും നീതിയും. മാന്യനായിരുന്നു നിന്റെ അച്ഛൻ ഇരുമ്പഴിക്കുള്ളിൽ കിടന്ന് പട്ടിയെ പോലെ ചത്തപ്പോ നിന്റെ സത്യവും നീതി എവിടെയായിരുന്നു? രാജു, മനുഷ്യൻ പണത്തിനു വേണ്ടിയുള്ള പരക്കം പാച്ചില്ലാണ്. അതിൽ ചിലർ ജയിക്കുന്നു, ചിലർ തോൽക്കുന്നു. എല്ലാം പണത്തിനു വേണ്ടി. എന്റെയും നിങ്ങളുടെയും ലക്ഷ്യം രണ്ടാണ്. അതെ, എല്ലാം പിടിച്ചടക്കുകയാണ് എന്റെ ലക്ഷ്യം. ചവിട്ടുകൊണ്ട് അവസാനം പെറ്റമ്മയുടെ മുമ്പിൽ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യം. എന്നോടൊന്നിച്ച് നിൽക്കാൻ കഴിയില്ലെങ്കിൽ വേണ്ട. പക്ഷെ നിങ്ങൾക്ക് പൗരുഷമുണ്ടെങ്കിൽ നിങ്ങളെ ഈ നിലയിൽ എത്തിച്ചവനോട് പകരം വീട്ടുകയെങ്കിലും ചെയ്യും. അവനാരാണെന്ന് നിങ്ങൾക്കറിയില്ല അല്ലേ? വിഷ്ണു, നിങ്ങളുടെ ബന്ധുവായ വിഷ്ണു. നിങ്ങൾ എന്തായി പറയുന്നേ? നിങ്ങളുടെ അച്ഛനും ആർ.സി. നായരും ഹംസയുമെല്ലാം അവന്റെ കൈകളിലാണ് ഞെരിഞ്ഞമർന്നത്. അതെല്ലാം ഓരോ കഥകളാണ്. ഇല്ല, ഞാനത് വിശ്വസിക്കില്ല. നിങ്ങളുടെ അമ്മയായ ലക്ഷ്മി മേനന്റെ വാക്കുകളിൽ വിശ്വാസമുണ്ടോ? എങ്കിൽ അവരോട് ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞതെല്ലാം അസത്യമാണെന്ന് നിങ്ങളുടെ അമ്മ പറഞ്ഞാൽ ഇതെനിക്ക് നേരെ പ്രയോഗിക്കാം. അതല്ല സത്യമാണെന്ന് തെളിഞ്ഞാൽ നീ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്യണം. നിങ്ങളുടെ വാക്കുകൾ സത്യമാണെങ്കിൽ ഇതെനിക്കും നിങ്ങൾക്കുമുള്ളതല്ല, വിഷ്ണുവിനുള്ളതാണ്. നീ വിചാരിക്കുന്നത്ര എളുപ്പമല്ല വിഷ്ണുവിനെ നേരിടാൻ. കമാൺ. ആ കൂറ്റൻ ബംഗ്ലാവ് ആരുടേതാണെന്ന് നിനക്കറിയാമോ? അറിയാം, വിഷ്ണുവിന്റെ. എല്ലാ ബംഗ്ലാവുകളും മതിൽക്കെട്ടിനകത്താണ്. എന്നാൽ വിഷ്ണുവിന്റെ ബംഗ്ലാവിനകത്താണ് മതിൽക്കെട്ട്. തെരുവിൽ നടക്കുന്ന നിനക്ക് അവന്റെ മണൽത്തരി പോലും സ്പർശിക്കാൻ കഴിയില്ല. നിനക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്ന് എന്റേതും ഒന്ന് നിന്റേതും.
24 മണിക്കൂർ ഞാൻ സമയം തരുന്നു. അതിനകം നീ തിരിച്ചെത്തിയാൽ എന്റെ വഴി നിനക്ക് വേണ്ടി തുറന്നിട്ടേ. ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞത്? അതൊന്നും അമ്മ അറിയണ്ട. വിഷ്ണുവിനെ കുറിച്ച് കേട്ടതെല്ലാം സത്യമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. പറയാമേ, അച്ഛനോട് ഞങ്ങളോടും ഇല്ലാത്ത ബന്ധമാണോ അമ്മയ്ക്ക് വിഷ്ണുവിനോടുള്ളൂ? രാജു, ഒരിക്കൽ അച്ഛൻ ഇതുപോലെ മൗനം പാലിച്ചതുകൊണ്ടാണ് എല്ലാം തകർന്നത്. ഇനി 2 ആൺമക്കളൂടെ ഇല്ലാതായാലേ അമ്മയുടെ നാക്ക് ഉയരുവെള്ളം തോന്നുന്നു. ഇല്ല മോനെ, നീ കേട്ടതെല്ലാം സത്യമാണ്. എന്നിട്ട് അമ്മ എന്തിനിതെല്ലാം ഇത്രയും നാൾ മറച്ചു വെച്ചു? ഈ സത്യം കുറച്ചു മുമ്പേ തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അച്ഛനെ തന്നെ രക്ഷിക്കാമായിരുന്നില്ല അമ്മേ. ക്ഷമിക്കും മോനെ, തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. നിങ്ങളറിയാതെ അച്ഛനെ കാണാൻ ഞാൻ ജയിലിൽ പോയിരുന്നു. നടന്നതെല്ലാം അച്ഛൻ എന്നോട് പറഞ്ഞു. ലക്ഷ്മി, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. ഇപ്പൊ നിനക്ക് ഞാൻ മാത്രമേ നഷ്ടപ്പെടാൻ പോകുന്നുള്ളൂ. പക്ഷെ എന്നെ ചതിച്ചവരാരാണെന്നുള്ള സത്യം മക്കൾ അറിഞ്ഞാൽ അവരും നിനക്ക് നഷ്ടപ്പെടും. എനിക്ക് അങ്ങേക്കാൾ വലുതല്ല മക്കൾ. അതെനിക്കറിയാം. നീ ഒരു ജഡ്ജിയാണ്. ഏത് കുറ്റവാളിയുടെ അവസാനത്തെ അപേക്ഷ സ്വീകരിക്കാറില്ലേ നിങ്ങളുടെ നിയമം? എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുത്. പരീക്ഷിക്കുകയല്ല, എന്റെ ഭാര്യ എന്ന നിലയ്ക്ക് നീ എന്നെ അനുസരിക്കുമോ എന്ന് ചോദിക്കുക. സത്യം ചെയ്യൂ. എന്റെ മക്കളോട് ഇക്കാര്യം പറയില്ലെന്ന് സത്യം ചെയ്യൂ. നിങ്ങളുടെ അച്ഛനോട് ചെയ്ത സത്യം ഞാൻ പാലിച്ചു. പക്ഷേ ഒരിക്കലും ഞാൻ ഊരിയിട്ട ഗൗൺ വീണ്ടും ധരിക്കില്ലെന്ന് ശപഥം ചെയ്തു. അമ്മ തെറ്റ് ചെയ്തു, നീ തന്നെ പറ മോനെ. ഇല്ലമ്മേ, പക്ഷേ അന്ന് അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ അമ്മയോട് പറയുന്നു. ഒരിക്കലും ഈ സത്യം രവി അറിയിക്കരുത്. ഞാൻ നഷ്ടപ്പെട്ടാലും അമ്മയ്ക്ക് അവനെങ്കിലും ഉണ്ടാവും. രാജു, രാജു, നീ തിരിച്ചു വരുമെന്ന് എനിക്കറിയാം. എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കണം. ഐ വാണ്ട് മണി. നാളെ രാവിലെ 10 മണിക്ക് എയർപോർട്ടിനടുത്തുള്ള സീ ഏഞ്ചൽ ഹോട്ടലിൽ നമ്മുടെ ഒരു പാർട്ടി വരും. അവർ തരുന്ന ബ്രീഫ് കേസ് 11 മണിക്ക് മുമ്പായി ഹാർബറിലെത്തിക്കണം. പക്ഷേ ഗവർണർ വരുന്നത് കൊണ്ട് 9 മണി മുതൽ 11 മണി വരെ വാഹനങ്ങളൊന്നും തന്നെ കടന്നു പോകാൻ അനുവദിക്കില്ല. മാത്രവുമല്ല, റോഡ് നീളെ പോലീസ് ബന്ദോബസ്തും ഉണ്ടാവും. 11 മണിക്ക് മുമ്പ് നീ ഹാർബറിൽ എത്തിയില്ലെങ്കിൽ നമ്മുടെ പാർട്ടിയുടെ ഷിപ്പ് ഹാർബർ വിടും. അതൊന്നും നിങ്ങൾ ഭയപ്പെടണ്ട. ഗവർണർ സഞ്ചരിക്കുന്ന മാതിരിയുള്ള ഒരു കാർ എനിക്ക് ദാറ്റ് വിൽ ബി ഡൺ. ഗവർണർ അദ്ദേഹം പുറകെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോ പോയത് ഇത്രയും വലിയൊരു വീട് എന്താ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇത് വാങ്ങാനുള്ള പണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? മുതലാളി തന്നു. അതിന് നിനക്ക് ജോലി കിട്ടിയിട്ട് അധികകാലമായില്ലല്ലോ. ഇത്രയും പെട്ടെന്ന് ഒരു വീടും കാറും ഒക്കെ വാങ്ങാൻ വേണ്ട തുക തരാനും മാത്രം. അമ്മ എന്താ ഈ പറയുന്നേ? ഇതിന്റെ കാശ് മുഴുവൻ കൊടുത്തെന്ന് വിചാരിച്ചോ? കടം വാങ്ങിയിട്ട് ഇത്രയും വലിയൊരു വീട് നമുക്ക് ആവശ്യമുണ്ടോ മോനെ? അമ്മേ, ഒരു വലിയ വീട്ടിലാണ് നമ്മൾ ജീവിച്ചത്. അതുപോലെ
ഒരു വലിയ വീട്ടിൽ വെച്ച് തന്നെ മരിക്കാനുള്ള അർഹതയും അവകാശവും നമുക്കില്ല അമ്മേ. കടത്തിനെ കുറിച്ചൊന്നും അമ്മ വിഷമിക്കണ്ട. അതൊക്കെ ഞാൻ വീട്ടിക്കൊള്ളാം. അമ്മ വെച്ചോളൂ. അമ്മയുടെ പേരിലാണ് ഞാൻ ഈ വീട് വാങ്ങിയിരിക്കുന്നത്. ഞാൻ ഓഫീസിൽ പോയിട്ട് വരട്ടെ. രാജു, നീ നിന്റെ ജോലി എന്താണെന്ന് ഇതുവരെ അമ്മയോട് പറഞ്ഞില്ലല്ലോ മോനെ. അൻവർ സാഹിബിന്റെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മുഴുവൻ ചാർജും ഇപ്പൊ എനിക്കാണമ്മേ. വരട്ടെ.